നവാസ്ക ഒരു സോങ് പാടി. അത് ആ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് വന്നു, രേന ഞാൻ ഈ പാട്ട് പാടി. അപ്പോൾ ഇതുവരെ പല പാട്ടും പാടാൻ പോയിട്ടുണ്ട്, എൻ്റെ അടുത്തൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല. പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ നിന്നെ ഓർത്തിട്ടാണ് പാടിയത്. അപ്പം ഞാനിത് എനിക്ക് എൻ്റെ കാലശേഷം നിനക്കിത് ഓർത്തിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അതെനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു. പിന്നെ ഞാൻ എല്ലാ ദിവസവും ചോദിക്കും ആ പാട്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു അതാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് എന്തായിരിക്കും എന്നറിയാൻ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പാട്ട് വന്നു. പിന്നെ അവര് പറഞ്ഞു ഇത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ഞാനും കൂടി രണ്ടുപേരും കൂടി ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്കിതിങ്ങനെ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ചെറിയ താല്പര്യം തോന്നി. പക്ഷെ ഞങ്ങൾ രണ്ടും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഫേസിൽ നോക്കുമ്പോൾ ഭയങ്കര ചിരി വരിക, ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇഴ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാര്യം അത് നമ്മൾ ആർട്ടിസ്റ്റ് ആവുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് പോയിട്ട് വേറെ എന്തൊക്കെയോ ആയിരുന്നു. നമുക്ക് ഇന്ന ആളാണ് ഫ്രണ്ടിൽ നിൽക്കണമെന്ന് അതിനുള്ള ടൈമില്ല. കണ്ടന്റ് അതാണ് ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഈവൻ എന്തായാലും ഫെബ്രുവരി പകുതി ഒരു വാലന്റൈൻസ് ഡേയോട് അനുബന്ധിച്ചായിരിക്കും ചിലപ്പോൾ അത് വരിക. അത് അങ്ങനെ ഒരു പാട്ടാണ്, ഒരു പ്രണയം കണക്ട് ചെയ്ത് വരുന്ന സംഭവം. അതിനകത്ത് രണ്ട് കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സംഭവം. അത് അങ്ങനെ പക്ഷെ തീരണ വരെ ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞാൻ സഖി എന്ന് തുടങ്ങുന്ന ഒരു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ചിരി വന്നത്, ഞാൻ ചിരിക്കുന്നോണ്ട് നവാസ്ക ചിരിക്കും. അപ്പൊ നവാസ്ക ആദ്യം വീട്ടിൽ പോയിട്ട് ചോദിച്ചു എനിക്ക് ഭയങ്കര ചിരി വന്നിട്ട് ഇനി നമുക്കിങ്ങനെ ചെയ്യണ്ട. അപ്പൊ നവാസ്ക പറഞ്ഞു സത്യം എനിക്കും ഭയങ്കര ചിരി. നാണം വന്നോ? നാണമല്ല, നമ്മള് വീട്ടിലിങ്ങനെ ഇത് പുറത്തു പോയി എന്തൊക്കെയോ അഭിനയിക്കും, എന്തിനാ അങ്ങനെ ലൈൻ മറന്നുവോ സഖി പഴയൊരു നടവഴി അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണത്. കുറച്ച് നല്ലൊരു മൂടുള്ള സംഭവമാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ പാടിയൊരു പാട്ടാണ്. അപ്പോൾ ഈ സെറ്റിലെ തമാശ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിറാജ് ഡയറക്ടറെ നമ്മൾ വേറൊരു ചാനലിൽ ഇങ്ങനെ ഇരുന്ന സമയത്ത് പറഞ്ഞു, നവാസ്ക ഞാനത് കണ്ടു, നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ചില്ലല്ലോ നവാസ്ക, സിനിമയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മുടെ സിനിമ. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഒരു കാര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അത് പറയും, അതുകൂടാതെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അതല്ലേ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയണത്. എന്നാലും സിനിമയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ നന്നായി. സിനിമയുടെ അപ്പോൾ സിറാജിനെ നമുക്ക് പണി കൊടുക്കാം.